ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിലേ നടക്കണില്ല. ഒരേ തിരക്കാണ്. ക്ലാസ്സിന് പോക്കും വരവും പഠിത്തവും പിന്നെ വീട്ടിലെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടി മൊത്തത്തിലൊരു ജഗപുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണ്ണീറ്റപ്പോൾ കർക്കിടകവാവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രീ ആണ്. ആർക്കും എങ്ങും പോകണ്ട, ഏട്ടനും പോകണ്ട, മോന് പോകണ്ട, എനിക്ക് പോകണ്ട. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്. എഴുന്നേക്കാനൊക്കെ കുറച്ച് വൈകി കേട്ടോ. പക്ഷേങ്കിൽ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പണിയും കിട്ടി. സിറ്റ് ഔട്ടിൽ എന്തോ ഒരു സാധനം വന്ന് അപ്പിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ കഴുകിക്കോളാം, ഞാൻ വിളക്ക് വെക്കുന്ന കാര്യങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ കുളിച്ചു. പിന്നെ ഇന്ന് മാത്രമല്ല കേട്ടോ വിളക്ക് വയ്ക്കൽ. ഇപ്പോൾ എന്നെ ഒരാൾ കാര്യമായിട്ട് ഉപദേശിച്ചു, രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് വെക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കർക്കിടകം 1-ാം തീയതി മുതൽ വിളക്ക് വയ്ക്കുന്നുണ്ട്. നമ്മൾ മനസ്സിന് ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ വിളക്കൊക്കെ വെച്ച് രാവിലെ ഇതാകുമ്പോൾ. നിങ്ങളൊക്കെ നേരത്തെ പറയുമ്പോൾ എനിക്കത് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കണത്. അതിനൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. രാവിലെ 2 ചന്ദനത്തിരി, ഞാൻ പൊതുവേ അടുക്കളയിൽ ചന്ദനത്തിരി രാവിലെ കത്തിച്ച് വെക്കലുണ്ട്. എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് വിളക്ക് വയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മളെ PSC പഠിത്തത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. എത്ര നാളത്തേക്കാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പോകുന്ന സമയത്ത് അത്രത്തോളം ആത്മാർത്ഥതയോടെ പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുലർച്ചയ്ക്കൊന്നും എണീറ്റ് പഠിക്കലൊന്നുമില്ല കേട്ടോ. കാരണം എനിക്കങ്ങനെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കൽ അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ രാത്രിക്ക് ഇരിക്കാൻ പറ്റും. അതായത് 1 മണിയോ 2 മണി വരെ വേണമെങ്കിലും എനിക്ക് ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷേങ്കിൽ രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. ഞാനിരുന്ന് ഉറങ്ങിപ്പോവും. എല്ലാവരും പറയാറില്ലേ രാവിലെ എണീറ്റ് പഠിക്കണം, രാത്രി നേരത്തെ ഉറങ്ങണം എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല. നമുക്ക് എന്താണോ പറ്റുന്നത്, കംഫർട്ടബിളായിട്ട് ഏത് സമയമാണ് പഠിക്കാൻ പറ്റുന്നത് ആ സമയം മാക്സിമം വിനിയോഗപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ചമ്മന്തിയൊക്കെ ഏട്ടനാണ് കേട്ടോ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിവടയാണ്, വൈകുന്നേരത്തേക്കാണ്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൂടി അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ ഇട്ട് ഞെരടി അവിടെ വെച്ചു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മൈദപ്പൊടിയും പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ സോഡാപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ കുഴച്ചിട്ട് കുറച്ച് ഓയിലും അതിൻ്റെ അകത്ത് ഒഴിച്ച് അടച്ചു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ഇതെടുത്ത് ഉണ്ടാക്കുകയുള്ളൂ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നിയൊരു കാര്യമല്ലേ ഇത് ഉള്ളിവടയല്ലാന്ന്. എനിക്കും അറിയാം ഇത് ഉള്ളിവടയല്ലാന്ന്. പക്ഷേ എൻ്റെ നാട്ടിൽ ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനത്തിന് ഉള്ളിവട എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ കണ്ണൂർ വന്നതിന് ശേഷമാണ് ഈ ഉള്ളി വെച്ചിട്ടുള്ള ഉള്ളിവട കഴിക്കുന്നത്. മറ്റത് മൈദ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമൊന്നുമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെക്കൻ ഇതുവരെ എണ്ണീറ്റില്ല കേട്ടോ. അവൻ എണ്ണിക്കാത്തതുകൊണ്ടാണ് നമ്മളെ കൂടെ ഇരുന്ന് കഴിക്കാത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ 3 ആളും കൂടിയേ കഴിക്കലുള്ളൂ. അപ്പോൾ കിടക്കയൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ കുത്തിയിരുന്നൊന്നും പഠിക്കലൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് വെച്ച് വായിക്കും. എന്നിട്ട് പിന്നെ പണിയെടുക്കാൻ പോകുമ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലിട്ടിങ്ങനെ നോക്കും എന്താണ് ആ സമയത്ത് വായിച്ചത്, ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ശ്രമിച്ച് നോക്കും. ചിലതൊന്നും കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. ചിലതൊക്കെ കിട്ടും, ചിലതൊന്നും കിട്ടില്ല. പിന്നെ ഞാനും ഏട്ടനും കൂടി ഒന്ന് കടയിൽ വരെ പോയി കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാലേ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ പോകുന്ന നേരം പൊട്ടൊന്നും കാണുന്നില്ല. ചെക്കനെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ട് വാങ്ങണം. 2 ദിവസം പൊട്ടില്ലാണ്ടാണ് ക്ലാസ്സിൽ പോയത്. അപ്പോൾ ഒരു പൊട്ടും ഒരു കൺമഷിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മീനും വാങ്ങലില്ല, അപ്പം ഉണക്കമീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ഉണക്കമീൻ വാങ്ങിച്ചു. പിന്നെ കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വാങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ മെഴുക്കുവരട്ടീൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പയറ് മെഴുക്കുവരട്ടി ഉണക്കമീനുമാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയമൊക്കെ പഠിക്കണം. നാളെ എക്സാം ഉണ്ടാവും ക്ലാസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.